ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വയനാട് ഊട്ടി ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആശീർവാദ് മോബ്സ്റ്ററുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം കോൺകറിനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓക്കെ, അവൻ നേരെ അങ്ങ് പോയിട്ടുണ്ട്, മറ്റേ ഡ്രൈവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ കോൺകറിനെ അല്ലേ ഓടിച്ചത്, അതാണ് നമ്മളിപ്പോൾ ഇവനെ എടുക്കാനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പം നമ്മൾ നേരെ വയനാട്ടിൽ നിന്ന് തിരിക്കുവാണ്. ഇനി നമ്മൾ നേരെ ഊട്ടിയിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ഊട്ടിയിലിട്ട് വിടാം. ഓക്കെ, അങ്ങനെ ഇപ്പം നമ്മുടെ ഇവിടെ അടുത്തായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇന്നലത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വണ്ടിക്കകത്ത് കയറ്റി നമ്മൾ പോവുകയാണ്. ഓക്കെ ഓക്കെ ഗീസ്, അപ്പം നമ്മൾ കുറേ നേരം ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഇതുപോലെ തുള്ളലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുവാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ കുറേ പാട്ടൊക്കെ ഇട്ട് പകൽ ഫുള്ള് തുള്ളലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം എല്ലാവരും റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ഊട്ടിയിലോട്ട് പോകുന്നൊരു ചെറിയൊരു കാടേറിയ പോലൊരു വഴിയുണ്ട്. ഇത് ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആനയും പുലിയോ ഒന്നും ഉണ്ടോയെന്ന് അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിൽ കൂടെ വരുന്നത്. ഓക്കെ, അവിടെ ഫുള്ള് മഞ്ഞാണ് നമ്മുടെ ഊട്ടിയിലൊക്കെ. ഇപ്പം ഡിസംബർ ടൈമിൽ നല്ല രീതിയിൽ മഞ്ഞായിരുന്നു, മഞ്ഞ് പെയ്യലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഇനി പാട്ടിടേണ്ട ഇതൊന്നും വരുന്നില്ല, കാരണം ജസ്റ്റ് ലൈറ്റ് ഇട്ടങ്ങ് നമ്മുടെ എല്ലാ പിക്സെല്ലാം ഓൺ ചെയ്തുകൊണ്ട് അങ്ങ് പോയാൽ മതി. കാരണം കുറേ നേരം ഇങ്ങനെ പാട്ടിട്ട് തുള്ളലും കാര്യങ്ങളും ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിരുന്നു. അപ്പം ഇനി കുറച്ച് നേരം പാട്ടൊന്നും ഇല്ലാതെ പോട്ടെ. ഓക്കെ, ഇനി ഇന്ന് ഫുള്ള് നമ്മളായിരുന്നു ഡ്രൈവ് ചെയ്തത്. അപ്പം നമ്മുടെ കൂടെ ഒരുത്തൻ വന്നിട്ടുണ്ട്, ഒരു പുതിയൊരു പയ്യനാണ് അവൻ. നമ്മുടെ കൂടെ ഇടയ്ക്ക് കിളിയായിട്ടും അതുപോലെ ട്രിപ്പ് എടുക്കാനും ഒക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അവനെയും കൂടെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. അവനെ വഴി വെച്ച് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ കിഡ്നാപ്പറിനൊരു ചെറിയ ട്രിപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അവൻ്റെ ഡ്രൈവറിൻ്റെ കൂടെ വന്നതാണ്. ഓക്കെ, എന്തായാലും അവൻ ചെറിയൊരു ട്രിപ്പായിരുന്നു. അവൻ അവിടെ നിന്ന് തിരിച്ചു പോയിട്ടുണ്ട്, വയനാട് വരെ ഉള്ളായിരുന്നു. ഓക്കെ, അവൻ എന്തായാലും തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം നമ്മളിവനെ നമ്മുടെ ഈ വണ്ടിക്കകത്ത് കയറ്റി ഊട്ടിയിലോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, അയ്യോ വണ്ണസ് പോടാ വണ്ണസ് പോകുന്നില്ല. എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് എടുത്തങ്ങ് പോകാം. ഒരു കയറ്റമാണ് ഗൈസ്, ഒരുമാതിരി ഒരു കയറ്റം പോലത്തെ ഒരു സംഭവമാണ്. അതും വളവാണ്. അതാണ് നമുക്ക് ഇത്ര പാട് കയറാനായിട്ട്. ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമ്മുടെ ലിപ്പ് തട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുവരെ തട്ടിയിട്ടില്ല, ഇനി തട്ടുമോ എന്നറിയത്തില്ല. എന്തായാലും നോക്കാം. നല്ല പെതുക്കെയൊക്കെ പോകണം നമ്മൾ, ഇല്ലെങ്കിൽ ലിപ്പിന് പണി കിട്ടും. ഒന്നാമത് നമ്മുടെ വണ്ടിയല്ല. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ മാസ്കി ബോയ്ക്ക് ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ആഴ്ചത്തേക്കാണ് ട്രിപ്പ്. സാറ്റർഡേ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നും സാറ്റർഡേ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ ട്രിപ്പും നമ്മൾ തന്നെ എടുക്കണം. അത്യാവശ്യം ലോങ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴാണ് വിളിച്ച് പറഞ്ഞത്. ഡേറ്റ് മാറ്റം ഉണ്ടെങ്കിൽ പറയാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രെഡേറ്ററിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സെയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അയ്യോ ഗൈസ്, ലിപ്പ് ഇടിച്ചെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഇങ്ങോട്ട് നിർത്തി ഒന്ന് നോക്കാം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്ന്. ഓക്കെ, നമ്മൾ ജസ്റ്റ് പെതുക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു, നമ്മൾ തട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. ഓക്കെ, എന്തായാലും ഇവിടെ ഇട്ടൊന്ന് നോക്കിയേക്കാം. ഓക്കെ മറ്റു വണ്ടികൾക്ക് പോകാൻ പറ്റുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ വേറെ സീനൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ആ ലിപ്പിൻ്റെ അടിവശം ഒന്ന് സ്ക്രാച്ച് ആയതാണ്, അതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ലിപ്പൊന്നും ഒടിഞ്ഞൊന്നും പോയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ജസ്റ്റ് ലിപ്പിൻ്റെ അടിവശം ഒന്ന് സ്ക്രാച്ച് ആയതേ ഉള്ളൂ. അതാണ് എന്താണ് ഒരു സൗണ്ട് പോലെ കേട്ടത്. ഇപ്പം നമ്മൾ ആ KSRTC ചെന്ന് ഇടിച്ചേനെ. ഓക്കെ, ഇത് ഇവിടൊക്കെ നല്ല ഡേഞ്ചർ ഏരിയയൊക്കെയാണ് ഗൈസ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു വട്ടം നമ്മളിങ്ങനെ ഇതുവഴി പോയപ്പോഴാണെങ്കിൽ ഒരു എന്താണ് നാഷണൽ പെർമിറ്റ് ലോറിയാണത് ഈ ഒരു ഭാഗത്തായിട്ട് കത്തിക്കരിഞ്ഞ് കിടക്കുമായിരുന്നു. ഈ ഒരു ഭാഗത്തല്ലാതെ ഇച്ചിരൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉള്ളിടത്ത് അവിടെ ആയിട്ട് ഇത് കത്തിക്കരിഞ്ഞ് ചെയ്സും മാത്രമായിട്ട് കിടക്കുമായിരുന്നു ഗൈസ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫുള്ള് ലോഡൊക്കെ ആയിട്ട് പോവാണ്. എന്തോ ഒരു അരിയോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഈ ഒരു സൈഡിലായിട്ട് എന്താണ് ഫുള്ള് കത്തി ചെയ്സ് മാത്രമായിട്ട് കിടക്കുമായിരുന്നു. ഓക്കെ, കുറേ ആൾക്കാരൊക്കെ ചേർന്ന് പിന്നെ അത് എന്താണ് പിടിച്ചു മാറ്റിയൊക്കെ വെച്ചത്. കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സ്പ്രസ് ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു നൈറ്റിൽ. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റിയറിങ്ങും BS3 വണ്ടിയായിരുന്നു. എന്താണ് സ്റ്റിയറിങ്ങൊക്കെ നമ്മൾ കണ്ടു പകുതി കത്തിപ്പോയ നിലയിൽ. ഓക്കെ, ചെയ്സ് മാത്രമേ ഉള്ളായിരുന്നു. ഫ്രണ്ട് ബോഡി മൊത്തം പോയി. പിന്നെ ബാക്കിൽ ചെറുതായിട്ടൊരു ബോഡി പീസ്, അത്രേ പറയാൻ പറ്റും, അത്രേ ഉള്ളായിരുന്നു അതോടെ. ഓക്കെ, അപ്പോൾ ഫുള്ള് ചെയ്സ് മാത്രമായി ടയർ മൊത്തം നശിച്ചു പോയ ഇതാണ് ഞാൻ കണ്ടത്. ടയർ മൊത്തം എന്താണ് കരിഞ്ഞ് ഒരുമാതിരി ബ്ലാക്ക് കളറിൽ ഇവിടെ ഫുള്ള് എന്താണ് ഇതും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതുവഴി പോകുന്നവരുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഓക്കെ, മാക്സിമം പതുക്കെ സ്ലോയിൽ പോകാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കെന്തായാലും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവനെ ഒന്ന് എന്താണ് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞ് നോക്കാം. ഇനിയും നമ്മൾ ഓടിച്ചാൽ ശരിയാവത്തില്ല. എന്താണ് ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി ശരിയാവത്തില്ല നമ്മൾ ഓടിച്ചാൽ. ഓക്കെ, അപ്പം അല്ലെങ്കിൽ പിന്നെ ഇവിടെ എവിടെയെങ്കിലും നിർത്തി ഒന്ന് റിഫ്രഷ് ആയിട്ട് വല്ലതും പോവാം. ബ്രോ, ഇനി ഇവിടോട്ടെങ്ങാണോ നിർത്തി നമുക്ക് വല്ല ചായ എല്ലാം കുടിച്ചിട്ട് ഇനി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സാറ് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എങ്ങാനും നിർത്തി നമുക്ക് ചായയോ വല്ലതും കുടിക്കാം. എന്തായാലും നമുക്ക് ഇവിടോട്ട് നിർത്തി എന്താണ് ചായയോ കാര്യങ്ങളോ വല്ലതും കുടിക്കാം. ഓക്കെ, നമ്മളും അത് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അത് ഇവിടോട്ട് നിർത്തി ചായ കുടിക്കാം. നേരെ നമുക്ക് ബാക്കിലേക്ക് റിവേഴ്സിലേക്ക് ഇറക്കിയിടാം. ഓക്കെ, ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ നിർത്തിയിടാം. ഓക്കെ, അപ്പോൾ ഇവിടെ വല്ലതും നിർത്തി എന്താണ് കാപ്പിയോ ചായയോ വല്ലതും കുടിച്ചിട്ട് പോയി. ഇനി അങ്ങോട്ട് പോകുന്ന വഴിയിൽ കടയും കാര്യങ്ങളൊന്നും കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിർത്തി ചായയോ കാപ്പിയോ വല്ലതും കുടിക്കാം. ഓക്കെ, എല്ലാവരും ഇറങ്ങിക്കോ. നമ്മൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. പോട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പൊടിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മോബ്സ്റ്ററിന്. ദി മോബ്സ്റ്റർ നരസിംഹൻ, മറ്റേ വണ്ടിയിലും ഉണ്ട് നരസിംഹൻ എന്നൊക്കെ ഉള്ള പേര്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എന്താണ് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഫാനാണ്, അതാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ട്രിപ്പ് എടുക്കാം. ഓക്കെ, അവരാരും വന്നിട്ടില്ല. അപ്പോൾ അവർ വരുന്നവരെ നമുക്ക് വണ്ടിക്കകത്തിലിരിക്കാം. കിടിലം എന്താണ് സെറ്റ് വർക്കാണ് വണ്ടിക്കകത്ത് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്തായാലും അവർ വരുന്നവരെ നമുക്ക് കുറച്ച് നേരം വണ്ടിയിൽ കിടന്നൊന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളിത് ട്രിപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സൈഡിൽ നമ്മുടെ ആനവണ്ടിയും ഭാരത് ബെൻസും മണ്ണസും ഒക്കെ കിടപ്പുണ്ട്. ഓക്കെ, സൈഡിലോട്ട് മാറ്റിയിട്ടിട്ട് ഇറങ്ങടാ. ഇമാരൊക്കെ വണ്ടി നടുക്കിട്ട് മറ്റു വണ്ടികൾക്ക് എന്താണ് പോകേണ്ടതെന്ന് ഇമാർക്ക് അറിയാൻ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനിയും എന്താണ് ഊട്ടി എത്തിയിട്ടുള്ളൊരു ഷോട്ടായിരിക്കും അടുത്തത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനിയും നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. നമുക്ക് ഊട്ടി എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഊട്ടിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അയ്യോ. ഓക്കെ ഗൈസ്, ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ മോബ്സ്റ്റർ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മളിടയ്ക്ക് കുറേ നേരം ഇരുന്ന് നമ്മൾ വണ്ടിയിലിരുന്ന് ഫ്രീസ് ആവാതിരിക്കാനായിട്ട് എന്താണ് ഇറങ്ങി ഇവിടെയൊക്കെ ഒന്ന് നടന്നതാണ്. ഇനി നമ്മൾ തിരിച്ച് വണ്ടിക്ക് എത്തിച്ചെന്ന് കയറാം. കിടിലനൊരു വ്യൂ ആണ്. ഓക്കെ, എന്തായാലും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചേക്കാം. ഇല്ല ഇനിയും ചിലപ്പോൾ കിട്ടത്തില്ല ഇതുപോലൊരു വ്യൂ. ഓക്കെ, എളുപ്പം പോടാ ടാങ്കറേ. നമ്മളിപ്പോൾ ഈ വീഡിയോ ടാങ്കർ തൂക്കി. ഓക്കെ,
എന്തായാലും നമുക്ക് അടുത്തോട്ട് ചെല്ലാം. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആ പയ്യനാണ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചത്. അത്ര ദൂരമൊന്നും ഇല്ല, നമ്മളിത് ഊട്ടി എത്തിയിട്ടൊന്ന് കുറച്ച് ദൂരം കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് നമ്മളൊന്ന് നിർത്തിയിട്ടെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി ഗൈസ്. ഓക്കെ, ഇത് ഉറക്കമൊന്നും ശരിയായില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് മയങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ആശീർവാദ്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോഴും അവനെ കൊണ്ട് തന്നെയാണ് വണ്ടി ഓടിപ്പിക്കാനായിട്ട് പോകുന്നത്. നമുക്കെന്തായാലും സൈഡിലോട്ട് കിടന്നങ്ങ് ഉറങ്ങാം. ഓക്കെ, എന്തായാലും സ്ഥലം എത്താറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉറങ്ങാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. സോ അപ്പോൾ നമുക്ക് നേരെ പോവല്ലേ. ഓക്കെ, അതേ കൊമ്പനൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് പോടാ വണ്ടി എടുത്തോണ്ട് പോടാ. ഓക്കെ, നമ്മൾ നേരത്തെ ഓടിച്ചതാണ്. ആദ്യമായിട്ട് ബസ് ഓടിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്. ആദ്യമായിട്ടല്ല, നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിക്കാനായിട്ട് കൊടുക്കും. ഓക്കെ, സൂക്ഷിച്ചൊക്കെ ഓടിക്കണേ, നമ്മുടെ വണ്ടിയല്ല. ഓക്കെ, നമ്മളപ്പോൾ ഇവിടോട്ട് സൈഡിലോട്ടൊന്ന് കിടക്കുവാണ്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ഇനി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് നമുക്കെന്തായാലും നമ്മുടെ റൂമിൽ പോയിട്ടൊന്ന് ഉറങ്ങണം നല്ലപോലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുന്ന വീഡിയോ നാളെ വൈകിട്ട് റിട്ടേൺ പോകും. അപ്പോൾ അത് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ പാർട്ട് 3 ആയിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഫുള്ള് മഞ്ഞാണ്. അതെ, അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അത് AC ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ. ഈ മഞ്ഞത്തൊക്കെ AC ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസായി പോകും. ഓക്കെ, അതെ, ഇവിടെ ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതെ, ഫുള്ള് സൈഡിൽ മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഈ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഫ്രീസായി പോകുമെന്നാണ് അറിയാൻ വയ്യാത്ത. ഇതേ നിങ്ങൾ നോക്ക്, സൈഡിലൊക്കെ അമ്മാതിരി മഞ്ഞാണിതേ. ഓക്കെ, എല്ലാവരും വിൻഡോ ഒക്കെ അടച്ചിട്ട് നല്ല ഉറക്കമാണ്. ഓക്കെ, നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ട് ഊട്ടിയിൽ, എന്നാലും ഇതുപോലൊരു വ്യൂ ഇതുവരെ കാണാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ ഈ മഞ്ഞൊന്നും ഇല്ലാത്ത ടൈമിലായിരുന്നു വന്നത്, അതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ കാണും മഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ മഴയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അവൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് അടിപൊളി. ഇത്രയും ഡ്രൈവിങ് അറിഞ്ഞിട്ടാണോടാ എന്നെ രാത്രി ഫുള്ളിട്ട് കഷ്ടപ്പെടുത്തിയത്? അതാണ് ഇടയ്ക്ക് അവിടുന്ന് ഒരു പവർ ഇങ്ങനെ കയറി വരും, അപ്പോഴാണ് നമ്മൾ ഇതുപോലെ ഡ്രൈവിംഗ് സ്കില്ലുകൾ പുറത്തെടുക്കുന്നത്. എന്തായാലും നിന്റെ ഡ്രൈവിങ് നടക്കട്ടെ. ഡ്രൈവിംഗ് സ്കില്ലൊക്കെ കാണിച്ച് തട്ടാതൊക്കെ ഓടിക്കണേ, താഴെയൊന്നും വിടല്ലോ. ഒന്നാമത് നമ്മുടെ വണ്ടിയല്ല. ഓക്കെ അണ്ണാ, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, നമ്മള് പണ്ടേ പൊളിയല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംഭവമൊക്കെ. ഇവിടുന്ന് കുറച്ച് നടന്ന് അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ അവിടോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഡ്രൈവർ, നമ്മുടെ കൂടെ വന്ന ചെക്കന് ഇവിടെ കയറ്റി പാർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്കെന്തായാലും അവിടെ നിന്ന് വണ്ടി എടുത്തൊന്ന് പാർക്ക് ചെയ്ത് ഇങ്ങോട്ടിടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നടന്ന് അങ്ങോട്ട് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഇടാനായിട്ടാണ് ഇവിടെ ഈ സംഭവമൊക്കെ കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് കയറി വണ്ടി എടുക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മുടെ ആ സംഭവത്തിലോട്ട് കയറ്റി നിർത്താം. ഇവിടെ നിന്ന് റിവേഴ്സിലെടുത്തിടാം, അതാകുമ്പോൾ നമുക്ക് നാളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നടക്കത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഈ സൈഡ് ഫുള്ള് പാറയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
സൈഡ് ഫുള്ള് പാറയാണ് നമ്മുടെ. ഇല്ല നടക്കത്തില്ല, നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് കയറ്റിയിടാം. അത് തിരിച്ച് നേരെ ഇടാൻ പറ്റത്തില്ല. എന്നാൽ നാളെ പോകുമ്പോൾ ഇച്ചിരി റിസ്ക് എടുത്താലും കുഴപ്പമില്ല, നമുക്കിവിടെ കയറ്റി അങ്ങ് ഇടാം. എന്തായാലും ഇപ്പം നമുക്ക് പോയി കിടന്ന് കുറച്ച് നേരം ഉറങ്ങണം. ഓക്കെ, ഉറക്കമൊന്നും ശരിയായിട്ടില്ല നമുക്ക്. ഓക്കെ, എന്തായാലും വന്നോട്ടെ കയറട്ടെ. വാ വന്നോ. ഓക്കെ കയറട്ടെ. ഇവിടെ എന്തിനീ നടുക്ക് ഇതുപോലത്തെ സംഭവം ഫുള്ളങ്ങ് ഇതാക്കിയാൽ പോരായിരുന്നു. ഇതാണിപ്പോൾ റിസ്ക്. ഓക്കെ, അയ്യോ ടയറ് പോയി. ഓ ടയറ് പോയല്ലോ. ജസ്റ്റ് ഓക്കെ കുഴപ്പമില്ല. ഓക്കെ കയറട്ടെ. ഓക്കെ കയറട്ടെ. ഇച്ചിരി കൂടെ സൈഡ് പറഞ്ഞു തരാൻ പോലും അവൻ വന്നില്ല. അവൻ എല്ലാവരെയും കൊണ്ട് അങ്ങ് പോയി ഗൈസ്. സോ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.